ഡിയേഴ്സ്, ഞങ്ങളിവിടെ മട്ടനും ചിക്കനും ഒന്നും മേടിക്കാത്തത് കൊണ്ട് ശകലം വെജ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇതിനകത്ത് ക്യാരറ്റും മസാലപ്പൊടികളും സവാളയും കറിവേപ്പിലയും എന്താ ക്യാമറ അടുത്തോട്ട് വെച്ചതുകൊണ്ട് ആദ്യം ഞാനിത് വഴറ്റിയതാണേ. ബാക്കിയൊക്കെ കാണിച്ചു തരാം. ചോറ് ബിരിയാണി റൈസ് ജീരകശാല അരി വേവിച്ച് വെച്ചേക്കുക, കാണിക്കാം. വേണ്ട, ഇനി ഇതങ്ങ് സെറ്റാക്കി നമ്മൾ വെന്തിരിക്കില്ലേ, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഇവിടെ ചോറ് വെക്കുന്നത്, അല്ലാതെ നെയ്യ് ചേർക്കത്തില്ല. അപ്പോൾ ഈ ബദാം പരിപ്പ് ഞാൻ കുതിർത്ത് അരിഞ്ഞ് വെച്ചേക്കുക. കുറച്ച് അരിഞ്ഞ് ഇഞ്ചിയും ബദാം പരിപ്പും നമ്മളെ ഉണക്കമുന്തിരി കുറച്ചേ ഉള്ളായിരുന്നു. ഞാൻ ബിരിയാണി വെക്കണമെന്നൊരു ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടങ്ങ് ഇടാം. ഇനി ജോലിയൊന്നുമില്ല, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക, ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ചോറ് അങ്ങോട്ട് ഇടുക, ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെക്കുക, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഉപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഈ ക്യാരറ്റിലും സംഭവത്തിലേക്ക്. അപ്പോൾ ഈ ചോറിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിക്കും, ചോറ് തട്ടിയിടും, ഫ്ലെയിം കൂട്ടും. അപ്പം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഇച്ചിരി തോനെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ചോറിനകത്ത് നല്ലൊരു മയം കാണും. ഇനി ഇച്ചിരി ഈത്തപ്പഴവും കൂടി ഇടണം. ഈ ചുവയൊന്ന് മാറാൻ ഇത് അടച്ചു വെക്കണം കേട്ടോ. ഇനി ഇത് അടച്ചു വെക്കണം. ഇപ്പം അങ്ങോട്ട് റേസിൻസും നമ്മളെ ബദാമും ഇഞ്ചി ഇട്ടതല്ലേ ഉള്ളൂ. നിങ്ങളാരും വെക്കുന്ന കണക്കല്ല എൻ്റെ പാചകം. ഓക്കെ, അപ്പോൾ കുറച്ച് ഈത്തപ്പഴം എടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത്. എൻ്റെ ചോറിനകത്ത് ഇച്ചിരി മധുരമൊക്കെ എനിക്ക് വേണം. എരി മാത്രം പോരാ, ഇത് ഗ്രാമ്പു 2 എണ്ണ ഇടൂ, ഡാഡിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ചോറിനെ മിക്സ് ചെയ്യാൻ ടൈമായി. അപ്പോൾ നമുക്ക് ചോറ് മിക്സ് ചെയ്യാം. ഒരുപാട് വേവിട്ട് വെക്കരുത്, വേവിച്ച് കളയിൽ കുഴഞ്ഞു പോവും. കുറച്ച് വേവ് നിർത്തിയിരിക്കണേ, ഈ ആവിയൊന്ന് കേട്ടണ്ടേ. അപ്പോൾ ഇത്രയും ചോറ് മതി ഡാഡിക്ക്. ഇത് ഡാഡിക്ക് വേണ്ടി മാത്രമുള്ള പ്രിപ്പറേഷനാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഈത്തപ്പഴം ഇടാം. ഇതിനകത്ത് സവാള മുരിപ്പൊന്നും ഇല്ല എനിക്ക്, ബിക്കോസ് സവാള മുരിച്ചാലൊന്നും ഡാഡിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇതിനെ ഒന്ന് റെഡിയാക്കി നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാം ഓക്കെയാണ്. കണ്ട നല്ലോണം ആകുന്നത്. പരുവത്തിന് ചോറ് വേവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചോറ് കഞ്ഞിയായി പോവേ. ഈ ബിരിയാണിയുടെ അടുത്തുള്ള കളിയൊക്കെ ബിരിയാണി റൈസിൻ്റെ അടുത്ത് കളിക്കുമ്പം നല്ലൊരു കളി ഇത് പഠിച്ചിട്ടുള്ളവർ ചെയ്യാവൂ. ഇത് ഞാൻ പഠിച്ചതല്ല, എനിക്കിങ്ങനെ ലോജിക്ക് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വയസ്സുകാലത്ത് വരെ പഠിച്ചുകൊണ്ടിരുന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കാരണം എനിക്ക് ഈ കുണ്ടാവണ്ടി ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഉമ്മ ഗ്രാൻഡ്മ ഷീ വാസ് എ ഗുഡ് കുക്ക്, അതങ്ങാണ്ട് വന്നതാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ചെയ്യുന്നു. ഓക്കെ, നമ്മളെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റുക എന്നുള്ളതേ ഉള്ളൂ. അടച്ചു വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ 2 നല്ല താറാമുട്ട ഉണ്ടല്ലോ, താറാമുട്ട എടുത്ത് 2 ആക്കി നമ്മൾ കഴുകി വറുത്ത് പൊടിച്ച് കുരുമുളക് പൊടി വേണം ഡാഡിക്ക്, അല്ലെങ്കിൽ കൊള്ളത്തില്ല. അതൊക്കെ ചേർത്തിപ്പം ബിരിയാണി സെറ്റാക്കാൻ പോവുകയാണ്. ഒരു കറിവേപ്പില ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതൊക്കെ അലങ്കാരത്തിന് വേണ്ടി, ഒരു അഹങ്കാരത്തിന് വേണ്ടി അവിടെ ഇരിക്കട്ടെ. വിഷമൊക്കെ പോകും ശരീരത്തിലെ ഫുഡിനകത്ത്. അപ്പോൾ കണ്ടോ ബിരിയാണി സെറ്റായി, ഇങ്ങനെ ചൂട് ആവി പറക്കുകയാണ്. അടച്ചു വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പം മഞ്ഞ ഡാഡി പറഞ്ഞു ശകലം മതി എന്ന്, കാരണം കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ഡാഡിക്ക് ശ്വാസം മുട്ട്. അപ്പോൾ നമ്മളെ ആവി പറക്കുന്ന ചൂട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കറി വെച്ചതോ പൊരിച്ചതോ ഒക്കെ വെച്ച് ചിക്കൻ ബിരിയാണി ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക്
മുട്ട ബിരിയാണിയാക്കാം, മട്ടൻ ബിരിയാണിയാക്കാം, ഒക്കെ ചെയ്യാം. ഞാനെന്തായാലും ഇത്രയും ചോറേ വെക്കുന്നുള്ളൂ. അടച്ചു വെക്കട്ടെ, ബാക്കി ആവിയില്ല പിടിക്കുന്നോളും. എന്നിട്ട് മുട്ട എടുത്ത് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഡാഡിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഡാഡി കമൻ്റ് അടിക്കുന്നതാണ്, നിങ്ങളത് കേട്ട് ഞെട്ടരുത്. ഈ ലൈറ്റ് ആരാണ് ചോടി ഒന്ന് ലൈറ്റ് ഇടുകയെന്ന് ചെയ്യാതെ വീഡിയോ എടുക്കുക. ഓടി വന്ന് ഞാനിതൊക്കെ ചെയ്യുന്നതിൻ്റെ അസൂയക്ക് ലൈറ്റും കളഞ്ഞു. അപ്പം ഇതാണ് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ ചോറ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇടുള്ളൂ. സോ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. കണ്ട ഈത്തപ്പഴമൊക്കെ ഇരിക്കുന്നുണ്ടോ? ഇത് മധുരമുണ്ട്, എരിയുണ്ട്, ഫുള്ള്. വടടി കഴിക്കൂ. ഡാഡി വരുന്നു. അച്ചാറെടുത്തോണ്ട് വരട്ടെ. നെല്ലിക്കയില്ല, നെല്ലിക്ക ഉണ്ട്. നെല്ലിക്ക അച്ചാറുണ്ട്. അപ്പം ഡാഡിയെ കൊണ്ട് അച്ചാറടിപ്പിക്കാൻ പോയതാണ്. ഞാൻ വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി. സ്റ്റീൽ പ്ലേറ്റിലേ ഇട്ട് ചൂടങ്ങോട്ട് അറിയപ്പോൾ സ്റ്റീൽ പ്ലേറ്റിൽ നിന്ന് മാറ്റി. അച്ചാർ കൊണ്ടുവരും ഇപ്പം ഡാഡി. 2 തരം അച്ചാറുണ്ട്, 2ഉം പൊക്കിക്കോ. അപ്പോൾ അച്ചാർ, നെല്ലിക്ക അച്ചാറാണ് ഡാഡിക്ക് ഇഷ്ടം. പിന്നെ വറുത്ത പപ്പടം അത് വേണം. ഞാൻ കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, കഴിക്കില്ല. അപ്പോൾ ഡാഡി ഇതിൽ ഈദ് മുബാറക്ക് എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് കൈവയ്ക്കും. അല്ലെങ്കിൽ കഴിക്ക്. തൈരെടുത്തുകൊണ്ട് വരട്ടോ. ഈ തൈരുണ്ട്, അതുകൂടെ കാണിച്ചിട്ടേ വൈൻഡപ്പ് ചെയ്യൂ. നല്ല കട്ട തൈരുണ്ടാക്കി ചെയ്യാണ്. കട്ട തൈര് നമ്മളെ വീട്ടിലെ പാല് തന്നെയാണ്. ഇത് ചായയിടാൻ മേടിക്കുന്ന പാലിൻ്റെ കുറച്ചെടുത്ത് തൈരുണ്ടാക്കും. അപ്പോൾ ഇച്ചിരി സവാള അരിഞ്ഞ് വെച്ചു. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടട്ടെ. ഉപ്പിട്ടു. ഇഞ്ചി ഇട്ടില്ല, ഇഞ്ചി ഇടണ്ട. ചോറിൽ നല്ല മധുരമൊന്ന് റെഡി പറയുന്നിട്ട്. നല്ല കട്ട തൈര് കട്ടിക്കിരിക്കുന്നുണ്ടോ? ഈ കല്ലുപ്പാണ് ഇട്ടത്. അപ്പം ഡാഡിക്ക് പച്ചമുളക് ഇടണം. പച്ചമുളക് ഇടുമ്പോൾ കുറച്ചുകൂടെ എരി ഇട്ടു വേണോ? എരി അല്ലേ ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. ഒക്കെ ഞാൻ അങ്ങോട്ട് പോന്നു. ഡാഡിക്ക് ഇച്ചിരി തൈര് ഒഴിച്ച് കൊടുക്കട്ടെ. ഡാഡിയുടെ അടുത്ത് നിൽക്കുമ്പം വളരെ സൂക്ഷിച്ച് ഇടണം. നല്ല കട്ട തൈര്. കരിയാപ്പല കൈവച്ചങ്ങടെ. അതാണ് ഡാഡിയുടെ ചോറ് കഴിഞ്ഞ് ഞാൻ തൈരൊക്കെ റെഡിയാക്കിയപ്പോഴത്തേക്ക്. അപ്പോൾ ഓക്കെ, ഇച്ചിരി കൂടെ ചോറൊക്കെ കൊടുക്കാം. വൈകിട്ട് പൈനാപ്പിൾ കയറും വേറെ ചോറിൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കാണും. ഞാൻ ദോശയാണ് തിന്നെ രാവിലത്തെ, എനിക്ക് തിന്നത്തില്ല. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു.